വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടാണ്. ഇതാണ് ഞാൻ ചെയ്ത വാൾ ഹാങ്ങിങ്. ഒരു ടിഷ്യൂ പേപ്പർ റോളിൽ കൊണ്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. സോ എല്ലാവർക്കും ഈ ഒരു വാൾ ഹാങ്ങിങ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്നതെന്ന്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു റോളാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതിനായിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ്, അതായത് ഈ ഒരു പീസ് തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. സോ ഞാൻ അതിനകത്തുനിന്നൊരു തിൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽ. സോ ഈ ഒരു സൈസിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്കിതെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ട് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. സോ ഞാനിപ്പോൾ 2 പെറ്റൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. അന്നേരം ഇതേപോലുള്ളൊരു പെറ്റൽ കിട്ടും. ഇതേപോലെ നമുക്ക് കുറേ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഒരു റോളേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്രയോ കിട്ടിയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് റോൾ ഉണ്ടെങ്കിൽ ഒരുപാട് വാൾ ഹാങ്ങിങ് കൂട്ടൊക്കെ ഇതിനെ ചെയ്യാവുന്നതാണ്. സോ ഞാനാണെങ്കിൽ ഇത് വളരെ തിന്നായിട്ടും ഇത് കുറച്ച് അതിനെക്കാട്ടിലും ബിഗായിട്ടുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അറേഞ്ച് ചെയ്യാനായിട്ട് ടോപ്പിലായിട്ട് ഒരു ഫ്ലവർ വെക്കുക. ഇതേപോലെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. വെച്ചിട്ട് ഇവിടെ ആയിട്ടും കൂടെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക. ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ട് ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. ഇപ്പം ടോപ്പ് ഭാഗം ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ട് ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ട് ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. സോ ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ആണെങ്കിൽ ഇതിനെ ഈ ഒരു 2 പാർട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു 2 പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ജോയിൻ്റില്ലേ, ഈ ഒരു ജോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇവിടോട്ട് നമ്മൾ ഫെവിക്കോളോ ഗ്ലൂഗണ്ണോ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് കുറച്ച് നേരം അതിനെ സെറ്റ് ആവാൻ വെക്കാം. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഗ്ലൂഗണ്ണ് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു അടുത്ത പാർട്ടും സ്റ്റിക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു 2 പാർട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കണം. ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാനാണെങ്കിൽ എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വാൾ ഹാങ്ങിങ്ങിൽ കുറേ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തെല്ലാം ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരെല്ലാവരും പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പീക്കെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് സാധാരണ ഫ്ലവർ ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാം. ബട്ട് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേപ്പറാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റ് കളർ ഫോം ഷീറ്റാണ്. സോ നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.
സോ ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ഇപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ 2 പാർട്ടും കൂടെ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഒരു പാർട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എളുപ്പം സ്റ്റിക്കാവും. പിന്നെ ഫെവിക്കോൾ ആയാൽ കുറേ സമയം എടുക്കും ഈ ഒരു പാർട്ട് സ്റ്റിക്കാവും. ബാക്കിയുള്ള പാർട്ടൊക്കെ എളുപ്പം സ്റ്റിക്കാവും. ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ അത്ര പാടായിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബാക്കി വന്ന ആ ഒരു പെറ്റൽസ് ഇല്ല, അതുകൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം. ആ ഫ്ലവർ സെയിം രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഫെവിക്കോൾ കൊണ്ട് ഈ ജോയിൻറ്റുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആവും. സോ അങ്ങനെ ചെയ്താൽ മതി. അന്നേരം കുട്ടികളാകുമ്പോൾ വളരെ ഈസി ആയിരിക്കും അവർക്ക് ചെയ്യാൻ. സോ നമുക്കിത് ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ 2 പാർട്ടും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതേപോലുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഈ ഒരു ഫ്ലവറും ഫെവിക്കോൾ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂ ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഫൺ ബോർഡ് വൈറ്റ് ഗ്ലൂ. സോ നമുക്ക് ഇതേ കൂട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത്, അതായത് മേക്ക് ചെയ്ത് എടുക്കാം. ഇത് കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഇതേ കൂട്ടത്തെ ഫ്ലവേഴ്സ്. സോ നമുക്കത് ഉണ്ടാക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ 2 ക്യൂട്ട് ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഹാങ്ങിങ് ആണ്. ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ജൂട്ട് ത്രെഡ് ആണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ 2 ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജൂട്ട് ത്രെഡ് കൊണ്ട് ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹാങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതേ കൂട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. അത് നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ അടിയിലായിട്ട് ഇതേപോലൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയത്. സോ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് അത് ഡിലീറ്റ് ആയിപ്പോയി. സോറി. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ഒരു വാൾ ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ ഈ ഒരു വാൾ ഹാങ്ങിൻ്റെ വുഡൻ സ്റ്റിക്ക് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. വാളിൽ സ്റ്റിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സൈഡ് താഴ്ന്നു ഒരു സൈഡ് പൊങ്ങിയിരിക്കുക. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു വാൾ ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.